ഓർഡർ 2024-25 വർഷത്തെ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെ സഭ ചർച്ച ചെയ്ത് പാസ്സാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ധനവിനിയോഗ നിയമം അപ്രോപ്രിയേഷൻ ആക്ട് പാസ്സാക്കുകയും ചെയ്തതിനു ശേഷം പ്രസ്തുത നിയമപ്രകാരം അനുവദിക്കപ്പെട്ട തുകകളിൽ വെട്ടിക്കുറവ് വരുത്തുന്ന തരത്തിൽ സർക്കാർ ഉത്തരവുകൾ പുറപ്പെടുവിച്ച നടപടി ഭരണഘടനാ വ്യവസ്ഥകളുടെയും നിയമസഭാ ചട്ടങ്ങളുടെയും നടപടിക്രമങ്ങളുടെയും ലംഘനമാണെന്ന് ആയത് പുനഃപരിശോധിക്കാൻ നടപടി ഉണ്ടാകണമെന്നും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചട്ടം 303 പ്രകാരം ക്രമപ്രശ്നത്തിലൂടെ ആവശ്യപ്പെട്ടത്. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഇതു സംബന്ധിച്ച കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ധനവിനിയോഗവുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ വ്യവസ്ഥകളും നമ്മുടെ സഭാചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും ചെയർ വിശദമായി പരിശോധിക്കുകയുണ്ടായി. സമാന സ്വഭാവമുള്ളൊരു ക്രമപ്രശ്നം 1987 ഡിസംബർ 2-ാം തീയതി സഭയിൽ ഉന്നയിക്കപ്പെട്ടപ്പോൾ അത് ചെയറിൽ നിന്നും വ്യക്തമായ റൂളിംഗ് നൽകിയിട്ടുമുണ്ട്. അതുപ്രകാരം അപ്രോപ്രിയേഷൻ ആക്ടിലൂടെ ഓരോ ഡിമാൻഡിൽ നിന്നും ചെലവാകുന്ന പരമാവധി തുകയാണ് സഭ നിശ്ചയിച്ച് അംഗീകാരം നൽകിയിരിക്കുന്നത്. ആ പരിധി ലംഘിക്കുന്നതിന് സർക്കാരിന് അധികാരമില്ല. ഏതെങ്കിലും സാഹചര്യത്തിൽ അധിക തുക ചെലവഴിക്കപ്പെട്ടാൽ അതിന് അധിക ധനാഭ്യർത്ഥനയുടെ സഭയുടെ അനുമതി ലഭ്യമാവേണ്ടതുണ്ട്. ഇവിടെ ധനവിനിയോഗ നിയമത്തിലൂടെ സഭ അനുവദിച്ച തുകയിൽ കുറവ് വരുത്തിയത് സംബന്ധിച്ച കാര്യമാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. വെയ്സ് ആൻഡ് മീൽസ് നില കണക്കിലെടുത്ത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സർക്കാർ പുറപ്പെടുവിക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവുകളുടെ ഗണത്തിൽപ്പെടുന്നവയാണ് ഇവിടെ പരാമർശിക്കപ്പെട്ട ഉത്തരവുകൾ എന്നാണ് ചെയർ കാണുന്നത്. മുൻകാലങ്ങളിലും ഇത്തരം ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുള്ളതായി ചെയർ മനസ്സിലാക്കുന്നു. ഇത് ഭരണഘടനാ വ്യവസ്ഥകളുടെയോ സഭയുടെ അവകാശങ്ങളുടെയോ ലംഘനമായി കാണാനാവില്ല. അതുകൊണ്ട് തന്നെ ക്രമപ്രശ്നം നിലനിൽക്കുന്നതല്ലെന്ന് റൂൾ ചെയ്യുന്നു.